പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഞങ്ങളുടെ പ്രിയപുത്രൻ കാരുണ്യപൂർണ്ണ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും ഞങ്ങളുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും.
ഞങ്ങളുടെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വവുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, പാടിടുവിൻ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനമർത്തിനുമായ കർത്താവ്, ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവാൻ. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്ന പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിന്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ ഭക്തനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുമുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. Hallelujah,
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടും കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായ ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖമാണ് നമ്മൾ ശ്രമിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശുവാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാരണം ദൈവം അദൃശ്യനാണ്. കാണുന്നതൊന്നും ദൈവമല്ല, ദൈവം അരൂപിയാണ്. ദൈവത്തെ കാണാനുള്ള ഏക വഴി യേശുവാണ്. യേശു ദൈവത്തെ തൊടാനുള്ള ഏക വഴി യേശുവിനെ തൊടുകയാണ്. ദൈവത്തെ ആശ്ലേഷിക്കണമെങ്കിൽ യേശുവിനെ ആശ്ലേഷിച്ചാൽ മതി. ദൈവമയാതെന്നുള്ള ചോദ്യത്തിന് മറികടക്കാനാവാത്ത അവസാനത്തെ ഉത്തരം വേണം, യേശു മതി. ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് അറിയണമോ? യേശുവിന്റെ സ്നേഹത്തിന് വെളിപാട് അറിഞ്ഞാൽ മതി. ദൈവത്തെ പോലെ ആകണമോ? യേശുവിന്റെ അരൂപി സ്വീകരിച്ചാൽ മതിയാകുന്നു. അങ്ങനെ ഈ യേശുവിനെ മുറുകെ പിടിക്കാൻ പറ്റുക ഇത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന്. ദൈവം തന്നെ നമ്മുടെ കൂടെ വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അന്വേഷണം പൂർത്തിയാകുന്ന യേശുവിനാണ്. ഇനി ദൈവത്തിനൊന്നും ചെയ്യാനില്ല. വെളിപാടുകൾ പൂർത്തിയായി. കാരണം ദൈവത്തിന്റെ സത്തയുടെ തനിയിൽ പ്രതിരൂപമാണ് അവിടുന്ന്. ദൈവം മനുഷ്യന് വെളിപ്പെടുത്താനുള്ള അവസാനത്തെ സാധ്യതയാണ് യേശു. ഇനി ദൈവത്തിന് വേറെ സാധ്യതകളൊന്നുമില്ല. ഇന്ന് പുതിയതൊന്നും അന്വേഷിച്ച് ആരും പോണ്ട. ദൈവം കൈപോക്കി നിസ്സഹായത, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഇന്ന് ദൂരെ എങ്ങും പോയി അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നന്വേഷിച്ച് കഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. ദൈവത്തിന്റെ സാധ്യതകൾ യേശുവിൽ അവസാനിക്കുക. അത്രമാത്രം അവൻ സ്നേഹിച്ചു എന്ന് തന്റെ ഏകജാത നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു. ഞാൻ പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഫിലിപ്പോസിന്റെ ആഗ്രഹം അതായിരുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി, ഞാൻ യാത്ര അവസാനിപ്പിക്കാം. പിതൃത്വം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ, എന്നെ മകനും മകളുമായി കണക്കാക്കുന്ന ഒരു ദൈവത്തെ, എന്നെ അവകാശിയായി സ്വർഗത്തിന് അവകാശിയായി അംഗീകരിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ എനിക്കത് മതി എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു. എത്ര കാലമായി ഫിലിപ്പോസിന് എൻ്റെ കൂടെ നടക്കുന്നു, എന്നിട്ട് എന്നെ കണ്ടിട്ടില്ല. നീ മുഖത്തേക്ക് നോക്കും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന്. പിതാവിനെ കാണാൻ യേശുവിൻ്റെ പിന്നാലെ ഒരു യാത്രയാണ്. നമ്മൾ അത് ഇതൊക്കെ പറഞ്ഞ് സമയം കളയും. പറയേണ്ടത് നമ്മൾ പറയാനില്ല എന്നുള്ളത്. പറയേണ്ട സത്യം യേശുവിനെക്കുറിച്ചുള്ള സത്യമാണ്. പ്രഘോഷിക്കേണ്ടത് യേശുവിനെയാണ്. ലോകത്തിലെ യേശു ക്രിസ്ത്യാനികളോട് പറഞ്ഞല്ലായിരുന്നു. ഈശോയുടെ അവസ്ഥ ക്രിസ്ത്യാനിയായിരുന്നില്ല. യേശു പറഞ്ഞത് മുഴുവനും സകല ജാതികളോടും ക്രിസ്ത്യാനികൾ ഒഴിച്ച് പിന്നീടുണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള സത്യം സർവ്വജനങ്ങൾക്കും വേണ്ട സർവാർത്ഥിയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ആർക്കും, അല്ലെങ്കിൽ മെച്ചപ്പെട്ട വല്ലതും കാണിച്ചു തന്നാൽ തരം ഉപേക്ഷിക്കാന്ന് പറയാം. അതുകൊണ്ട് വെളിപാടുകളുടെ നിലയിൽ വെല്ലുവിളി ഉണർത്താൻ പറ്റാത്ത ഒരാളാണ് യേശു. മറികടക്കാനാവാത്ത വെളിപാടാണ്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സർവാർത്ഥം. നമ്മൾ പറയുമല്ലോ, മര്യാദയ്ക്ക് നടത്തുക,
ഒരാളുണ്ടെന്ന് വൃത്തിയൊന്നും കാണിച്ചു കയറുന്നത്. പക്ഷെ യേശു വന്നതോടുകൂടി മുകളിലല്ലേ അടുത്തൊരാളിപ്പോൾ കേട്ടു. ഉള്ളിലൊരാളുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നടക്കാനായിട്ട്. മുകളിൽ നോക്കിയിട്ട് വിഷം ശരിയായിരുന്നു, അവർക്ക് ഒളിച്ചു കളിക്കാൻ പറ്റും. ഒരു മറ്റൊരു തോട്ടൊക്കെ എന്നിട്ട് അടുത്ത ആളിരിപ്പുണ്ടെങ്കിലോ വേറൊരു സംഭവമില്ല. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മതി. ധ്യാനമൊക്കെ പൂർത്തിയായിക്കോളൂ. പിന്നെ ധ്യാനിക്കേണ്ടതൊന്നുമില്ല, അവസാനിപ്പിക്കാം. ദൈവം കൂടെ ഉണ്ടെന്നും യേശുവിൽ ദൈവത്തിൻ്റെ മകനും മകളുമാണ് അംഗീകരിക്കപ്പെട്ടുവെന്നും ദൈവത്തിൻ്റെ സ്നേഹം മുഴുവൻ യേശുവിലൂടെ എന്നിലേക്ക് വർഷിക്കപ്പെട്ടുവെന്നും എന്ന സത്യം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കപ്പെട്ട ഒരു മകൻ്റെ മകളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി സ്നേഹിക്കാനും മറ്റുള്ളവരുടെ കൂടെ നടക്കാനും പങ്കുവയ്ക്കാനൊക്കെ തയ്യാറാകുമ്പോൾ ഇവിടെ സ്വർഗം ഭൂമിയിൽ യാഥാർത്ഥ്യമായിട്ട് തീരും. ഇത് എവിടെ നിന്ന് ആഗ്രഹിച്ചു? സകല മനുഷ്യരും പിതാവിനെ തിരിച്ചറിയണം, പിതാവിൻ്റെ സ്നേഹം അറിയണം. സകല മനുഷ്യരും ഈ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ചൈതന്യം കൊണ്ട് അരൂപികൊണ്ട് വിടുതൽ പ്രാപിക്കണമെന്ന് സ്നേഹിക്കപ്പെടാത്തതിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കിട്ടുന്നതെങ്കിൽ ഈ ചങ്ങലയോടെ പൊട്ടിച്ചെറിഞ്ഞാൽ പോരാ, സ്നേഹത്തിൻ്റെ അരൂപികൊണ്ട് നിറയപ്പെടണം. നിയമം മോശമായി നിർത്തപ്പെട്ടു. ആ നിയമം പല ബന്ധനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷേ കൃപയും സത്യവുമാകട്ടെ യേശുവിടെ നൽകപ്പെട്ടു. ഉള്ളിൽ കൃപയുടെ വർഷമാണ്, കാരുണ്യത്തിൻ്റെ വർഷമാണ്. യേശു ഇതിനും ഈ കരുണ സ്വീകരിച്ചുകൊണ്ട് അന്നൊരിക്കൽ കടങ്ങളൊക്കെ ദൈവം പുറത്തൊരു കാര്യം പറയുന്നത് യേശു പറയുന്നത് കാരണം. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത സഹപ്രത്തിന് 100 ധനാലയം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ചില്ലിക്കാശ് പോലും എളുപ്പം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവന് തടവറയിലുണ്ടായി. ഇവിടെ കാരുണ്യ വർഷം കിട്ടുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നു. സഹപ്രത്തിനോട് കരുണ കാണിക്കണം, സഹജീവികളോട് കരുണ കാണിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ നാം സ്നേഹിക്കാൻ തുടങ്ങണം. അത് യോഹന്നാൻ പറഞ്ഞത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. എന്നാൽ ദൈവസ്നേഹമാണ്. ദൈവശാസ്ത്രം എന്തുമാത്രം പഠിച്ചാലും പ്രാർത്ഥന എന്തുമാത്രം ഉരുവിട്ടാലും സ്നേഹമില്ലെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിയില്ല. അത് ഈശോ പഠിപ്പിച്ച അവസാനത്തെ പാഠം എന്തായിരുന്നു? കാൽവരിയിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ സകല ഹൃദയങ്ങളെ ഞാൻ ആകർഷിക്കും. വെളിപാട് അവിടെ പൂർത്തിയാകും. ഈശോ പറഞ്ഞത് എല്ലാം പൂർത്തിയായ ആദ്യ ബലിയിൽ തന്നെ. ബലിയല്ല കരുണയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ ആദ്യ ബലി, ഏകബലി, കാരുണ്യത്തിൻ്റെ ബലിയായിരുന്നു. അപ്പോൾ നമുക്കും ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ജീവിതമാകുന്ന കാരുണ്യത്തിൻ്റെ ബലി തുടർന്ന് അനുദിനം അർപ്പിക്കാനായിട്ട് കഴിയണം. ഈ ബലിയിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ